ഇതുപോലൊരു മഴയത്താണ് എന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വേദനിക്കുന്ന ഒരു സമയം മഴ പെയ്യുന്ന സമയമാണ്. ചില സ്ഥലത്തിങ്ങനെ നിർത്തുമ്പം കാണുന്ന ജനങ്ങളിങ്ങനെ എന്നാ പറയണ്ട്, പതിനായിരങ്ങളാ ഓരോ സ്ഥലത്ത്. അതും ഈ പോരിച്ചൊരിയുന്ന മഴയത്ത്, കുട പിടിച്ചിട്ടും കുട ഇല്ലാണ്ടും. എൻ്റെ കുട്ടിക്കാലം ഉറക്കമില്ലാത്ത രാത്രികളാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ വീട്ടിൽ എന്താണെന്ന് വെച്ചല്ലേ, രാത്രി നമുക്ക് എല്ലാവർക്കും ഒരു 12 മണിയാകുമ്പോൾ എല്ലാവരും നല്ല സുഖമായി ഉറങ്ങുന്ന സമയമല്ലേ. അന്നേരം ഇവർ വന്നിട്ട് വാതിലിൽ മുട്ടുക. അവരവരിഷ്ടം പോലെ വളപ്പിലെ വാഴയിൽ അവർ പോകുമ്പോൾ അവർക്ക് തമാശയല്ലേ, അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലേ ഇത്, ഇങ്ങനെ കൊത്തിയിടും വാഴ. നശിപ്പിക്കലാണ് അവരെ പ്രധാനം. എല്ലാം നശിപ്പിക്കുക. ഈ മനുഷ്യനെ കാണുന്നില്ലല്ലോ, ഒന്നാമത് പ്രണയിക്കേണ്ട ആളെ കാണണം. കേട്ടാ മാത്രം പോരാ, ആളെങ്ങനെയാന്ന് പറയണ്ടേ. ഞാൻ രാഷ്ട്രീയത്തിൽ വളർന്നതല്ലേ, എല്ലാ രാഷ്ട്രീയത്തിന്റെ എല്ലാ നല്ലതും ചീത്തയായ വശങ്ങളും എല്ലാ വിഷമുള്ള സങ്കടമുള്ള എല്ലാം കണ്ട് വളർന്നതല്ലേ ഞാൻ. അതുകൊണ്ടായിരിക്കണം ഈ സഖാവിനല്ലാണ്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാന്നുള്ള പരിപാടി വേറെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് നടത്താൻ കഴിയുക. അത്രയധികം ആളാണ് അന്ന് തൊട്ട് ഇന്ന് വരെയും എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയും എന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. എന്തിനാ വരുന്നത്? ഞാനൊന്നും ഇപ്പം ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അത് സഖാവിനോട് ജനങ്ങൾക്കുള്ള ആ സ്നേഹം അവർ തിരിച്ച് എന്നോടും കാണിക്കുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ശാരദ ഒരു വീഡിയോ വേണം, തിരിയില്ല നിർബന്ധം. ചില വീഡിയോ വലിച്ചിട്ട് എന്തെങ്കിലും അതാ എൻ്റെ മനസ്സിൽ. പക്ഷെ നീ ഒരു വീഡിയോ തരുമെന്ന് ചോദിച്ചാൽ ആ ദുഃഖം എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ദുഃഖമാണ്. മലബാറിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് മറക്കാനാവാത്തൊരു നാടാണ് കല്യാശ്ശേരി. ടീച്ചറുടെയും സഖാവിന്റെയും പ്രിയപ്പെട്ട നാടും കല്യാശ്ശേരി. എനിക്ക് കല്യാശ്ശേരി ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കല്യാശ്ശേരി. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലമുള്ളൂ. ഞാൻ ജനിച്ചത് വളർന്നത് സ്കൂളിൽ പഠിച്ചത്, പിന്നെ ഹൈസ്കൂൾ മാത്രം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നിക്കടവ് ഹൈസ്കൂൾ പഠിച്ചത്. പിന്നെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എനിക്ക് എൻ്റെ ബന്ധുക്കളോടും കൂട്ടുകാരോടെല്ലാം അന്നും ഇന്നും ഒരേ ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരിൽ എന്നെ ഇപ്പം പാലക്കാട് നിന്നുള്ള എൻ്റെ ഒരു സ്നേഹിതി വിളിക്കും, ഇടയ്ക്കിടെ വിളിക്കും, യശോദ. എന്നാലും കല്യാശ്ശേരിനെ കുറിച്ചുള്ള ഓർമ്മകള്, കല്യാശ്ശേരി റഷ്യന്ന്, സോവിയറ്റ് റഷ്യനാ കൂട്ടിയിട്ടാ പറയലായിരുന്നു ആ കാലത്ത്, ആ വിപ്ലവം നടക്കുന്ന കാലത്ത്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണല്ലോ ഞാൻ ജനിച്ചത്. അപ്പൊ ഞാൻ കാണുന്നത് ഒരു രാഷ്ട്രീയം, നമുക്കൊരു 4-5 വയസ്സാകുമ്പോൾ നമുക്ക് ഇപ്പം അതിനു മുമ്പേ ഉള്ളത് ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്കൊരു 4-5 വയസ്സാന്ന് എനിക്ക് മൊറ സംഭവം നടക്കുന്ന കാലത്ത്. അതാണ് ആദ്യം നടന്ന എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സംഭവം. പിന്നെ മൊറ കൊലക്കേസ്. അതിൽ പിന്നെ അപ്പോൾ എനിക്കന്ന് 5 വയസ്സാണ്. അതിൽ ഈ മോറാഴ കൊലക്കേസിലെ 1-ാം പ്രതി എൻ്റെ അമ്മാവൻ KPR ഗോപാലനാണ്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മളെ ഈ ചെറിയ എത്രയോ വയസ്സ് ചെറുപ്പാണ്, ചെറുപ്രായത്തിലാണ് എൻ്റെ സഖാവ് വന്ന് അതിൽ പോയത്. ആ ഒരു കാലഘട്ടം അമ്മാവനെ മാത്രമല്ല എത്രയോ സഖാക്കളാ. അമ്മാവൻ 1-ാം പ്രതി എന്നുള്ള നിലക്ക് അമ്മാവനെ തൂക്കാൻ വിധിച്ചു എന്നേ ഉള്ളൂ. അതിൽ എത്രയോ പ്രതികളുണ്ടായിന്. എവിടെ പോയാലും എനിക്ക് കല്യാശ്ശേരി തന്നെ തിരിച്ചു വരാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് താമസിച്ചാൽ ആരെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്, ടീച്ചർ മാത്രമാണ് തിരുവനന്തപുരത്ത് ഇത്രയും, ഞങ്ങൾ അത്ര വർഷമല്ലേ സഖാവിൻ്റെ ഇവിടെ താമസിച്ചിട്ട്. പിന്നെ താമസിച്ചിട്ട് ടീച്ചർക്ക് ഇപ്പോഴും കല്യാശ്ശേരിയാണോ ഇഷ്ടം? ഞാൻ പറഞ്ഞു എനിക്ക് കല്യാശ്ശേരി തന്നെയാണ് ഇഷ്ടം. ഇവിടെ ഞാൻ ഇരുന്നാൽ മതി, എനിക്ക് അങ്ങനെ ആളെ നോക്കാൻ, നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. വളരെ ശാന്തമായൊരു സ്ഥലമാണിത്. ഈ സ്ഥലമാണ് എന്നെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഈ വീട് എന്നെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സ്ഥലം എൻ്റെ വീടും ചുറ്റുപാടും തന്നെയാണ്. ഞാൻ ഒരു 5 വയസ്സ് മുതൽ ഞങ്ങളിങ്ങനെ നടന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങിയ മുതൽ ഞാൻ ഈ അമ്പലത്തിലും പോവും എന്നും. അത് എനിക്ക് അമ്പലത്തിൽ പോവുക തൊഴുക എന്ന് പറഞ്ഞാൽ അന്ന് എന്താണെന്ന് അറിയില്ല അതിനെപ്പറ്റി. എന്നാലും ഞാൻ അമ്പലത്തിൽ പോയി തൊഴും. അത് തന്നെ, ആ അമ്മ തന്നെ ഇന്നും എൻ്റെ മനസ്സിൽ. അതെന്നെ വലിയൊരു എൻ്റെ ഏറ്റവും ഒരു ആകർഷണം എന്നല്ല, ഭക്തി കൊണ്ടോ എന്ന് പറയുമെങ്കിൽ അതായിരിക്കും എനിക്കെപ്പോഴും. ഞാനിപ്പം സഖാവിൻ്റെ ഭാര്യ ആയാലും എനിക്ക് ഈശ്വരഭക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പരസ്യമായിട്ട് അറിയുന്ന കാര്യമാണത്. അന്നേ തുടങ്ങിയതാണ് ചെറു പ്രായത്തിൽ. ഈ സഖാവിൻ്റെ അനിയത്തി ഞാനും ഒന്നിച്ച് കളിക്കുന്നവരാണ്, കളിക്കൂട്ടുകാരാണ് ഞങ്ങൾ. അന്ന് രാഷ്ട്രീയമൊന്നും ഇല്ലല്ല, പക്ഷെ സഖാവിനെ ഞാൻ അന്നേരം അവിടെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല.
ഞാൻ ലക്ഷ്മിക്കുട്ടി എന്നാ പേര് അനിയത്തിൻ്റെ. ആ ചേച്ചി ഞാനും കൂടെ ഒന്നിച്ച് കളിച്ചതും ഞങ്ങൾ, പിന്നെ ഇളയമ്മേൻ്റെ മകളുണ്ട് സരോജിനിച്ചി, ഞങ്ങളെല്ലാം കൂടെ ഒരുപാട് വലിയ വീതിയുള്ള വറാന്ത ഞങ്ങൾ കളിക്കും. അപ്പം എനിക്ക് എല്ലാം കൊണ്ട് നോക്കിയാലും ഞാൻ ജനിച്ചത്, വളർന്നത്, കളിച്ചത്, പഠിച്ചത്, പിന്നെ ഞാൻ എൻ്റെ അമ്പലം, ഇതെല്ലാം എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നാടാണ് കല്യാശ്ശേരി. അന്ന് ഞാൻ അതുപോലെ ജനങ്ങളെല്ലാം സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇന്ന് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. വലിയ കുടുംബത്തിലാണ് ടീച്ചർ ജനിച്ചത്. പക്ഷെ എന്നിട്ടും അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും ടീച്ചറുടെ വീട്ടിലെ രാഷ്ട്രീയക്കാരും ഒക്കെ ഉള്ളത് കൊണ്ട് ടീച്ചറുടെ കുട്ടിക്കാലത്തിന് വലിയ നിറങ്ങളില്ലായിരുന്നു എന്ന് ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 13-ാമത്തെ വയസ്സിലോ മറ്റോ ആണ് വീട് പോലീസുകാരെ തല്ലി പൊളിക്കുന്നതും അടിച്ചു തകർക്കുന്നതും ഒക്കെ ഇരുട്ടത്ത് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ദൂരെ പറമ്പിൽ നിന്ന് കണ്ടതെന്ന്. പശുവിന്റെ ആലാന്ന് തൊഴുത്ത് അതിന്റെ അടുത്തോട്ട് ഞാനും അമ്മമ്മി മാത്രം, ആണുങ്ങള് വീട്ടിൽ താമസിക്കാൻ പാടില്ലല്ലോ ആ കാലത്ത്. ആദ്യം ഈ മോറാല കൊലക്കേസിൽ അന്ന് എനിക്ക് 5 വയസ്സായിരുന്നു. 1-ാം ദിവസം രാത്രി, അന്ന് എൻ്റെ കുട്ടിക്കാലം ഉറക്കമില്ലാത്ത രാത്രികളാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ വീട്ടിൽ എന്താണെന്ന് വെച്ചല്ലേ, രാത്രി നമുക്ക് എല്ലാവർക്കും ഒരു 12 മണിയാകുമ്പോൾ എല്ലാവരും നല്ല സുഖമായി ഉറങ്ങുന്ന സമയമല്ലേ. അന്നേരം ഇവർ വന്നിട്ട് വാതിലിൽ മുട്ടുക. വാതിലിൽ വന്ന് മുട്ടുമ്പോൾ പിന്നെ അമ്മയാണ് വീട്ടിലെ ഏറ്റവും മുതിർന്നത്. ആണുങ്ങൾ പുരുഷന്മാർ താമസിക്കാൻ പാടില്ലല്ലോ ആ കാലത്ത് വീട്ടിൽ. എന്നാൽ അവരെയും പിടിക്കും. ഏട്ടനോട് പോയി മൂത്ത ഒരു അമ്മാവന് KPR കൃഷ്ണന് അത്ര രാഷ്ട്രീയമില്ല. ആ അമ്മാവനും അന്നേരം വീട് മാറി. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അമ്മാവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇതൊന്നും നോക്കൂലല്ലോ. നല്ല ഉറക്കം വരുമ്പോന്ന് ഇവർ വന്ന് മുട്ടുക. അപ്പൊ അമ്മയാണ് വീട്ടില് നല്ല ധൈര്യവും എല്ലാം ഉള്ളത് എൻ്റെ അമ്മയാണ്. അന്നേരം അമ്മയാണ് വന്ന് വാതിലൊക്കെ പിന്നെ പെങ്ങളേന്നാ വിളിക്കുക. പെങ്ങളെ അനിയൻ വന്നായിരുന്നു. അയ്യോ ഞാൻ ഗോപാലൻ കുറേ ദിവസമായി വരാത്ത, എന്നാൽ ഞങ്ങളൊന്ന് നോക്കട്ടെ. വീട് മുഴുവൻ അരിച്ചു പെറുക്കി വീട്ടിൻ്റെ 2-ാമത്തെ നില 3-ാമത്തെ നിലയുണ്ട്. നമ്മൾ ഈ നെല്ലെല്ലാം ഞങ്ങൾ കൃഷിക്കാരല്ലേ. അങ്ങനെ ആ വീട്ടിൻ്റെ മേലെയും എല്ലാം കയറി ഇറങ്ങി എല്ലാം പരിശോധിച്ച് രാത്രി പോകുമ്പോഴേക്കും ഏകദേശം 2 മണിയാകും. അപ്പം അത്ര വരെ നമ്മളെല്ലാം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പോകുന്നവരെ കിടക്കൂല. ഇവർ പോയി കഴിഞ്ഞാലേ പിന്നെ കിടക്കുകയുള്ളൂ. അങ്ങനെയുണ്ട്. അന്ന് അച്ഛപ്പനുണ്ട്. ഈ അമ്മാവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. നമ്മളെ സഖാവിൻ്റെ അമ്മാവൻ 48-ലെ കാലത്താണ് അമ്മാവിനെ അറസ്റ്റ് ചെയ്യാൻ കിട്ടാത്ത കാരണത്താൽ കുറേ ദിവസം വന്ന് അന്വേഷിച്ചു. എല്ലാം അമ്മയാ ഉത്തരം പറയാം, അമ്മയാണ് വീട്ടിലുള്ളത്. പിന്നെ അപ്പോൾ അമ്മ പറയും ഞാൻ ഗോപാലൻ വന്നിട്ടില്ല, അല്ല ഞാൻ കുറേ ദിവസമായി കാണാത്ത എന്നിങ്ങനെ പറഞ്ഞാലും അവർ എല്ലാ ദിവസവും രാത്രി വരും. അപ്പോൾ പിന്നെ ഒരു ദിവസം പറയുന്നിട്ട് ഇങ്ങനെ ഇനി എന്തായാലും വേറെ ഏതോ ഒരു സഖാവിൻ്റെ വീട് കാന്തലോട്ടിൻ്റെ, അങ്ങനെ ആരും ഒരാളെ വീട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിനായിരുന്നു. അങ്ങനെ പിന്നെ വന്ന് ഒരു ദിവസം രാത്രി ഇവരെല്ലാം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങാൻ വന്ന് ഒന്ന് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്, ഞങ്ങൾ അച്ഛമ്മ എന്നാണ് വിളിക്കുക കേട്ടോ. അമ്മേൻ്റെ അമ്മ, അച്ഛമ്മി, അമ്മക്ക് നല്ല ധൈര്യമാണ് എല്ലാവർക്കും. അമ്മയും ഞാനും മാത്രം കുട്ടി. ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ ഈ ചെറിയ മുട്ടവിളക്ക് കത്തിച്ച് വെക്കും, പണ്ടത്തെ ആ മുട്ടവിളക്കാന്ന് കത്തിച്ചിട്ട് ഞങ്ങൾ വളപ്പിൽ ഇങ്ങനെ വലിയ വീട്, ഇവിടെ അപ്പം നടുക്ക് വീടെങ്കിൽ കുറേ ദൂരം ഞങ്ങൾ പശുത്തൊഴുത്തും ഇതെല്ലാം, ഞങ്ങളോട് കുറേ ദൂരം അങ്ങോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ വെച്ചാൽ ഇതും പിടിച്ചിട്ട് രാത്രി ഈ പോലീസും ആളും വന്ന് അടിച്ച് പൊളിക്കുന്നല്ലേ കണ്ണ് മുമ്പിൽ നിന്ന് കാണുകയെന്ന് പറഞ്ഞാൽ ആ ദയനീയാവസ്ഥ ഒന്ന് ശരീരം ഒന്ന് ആലോചിച്ച് നോക്ക്. പാതിരാത്രി ഇവിടെയില്ല, വെളിച്ചില്ല, ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി ഒന്നും വരാത്ത കാലമല്ലേ. വീട്ടിലെല്ലാവരും ചെറിയ വിളക്ക് കത്തിച്ച് വെക്കുന്ന കാലല്ലേ, ലാന്തറും മറ്റും ആ കാലഘട്ടത്തിൽ. പിന്നെ ഒന്നാമത് നമ്മളെ വീട്ടിൽ ഒരാളും എത്തി നോക്കുകയും കൂടിയില്ല. എന്ന് വെച്ചാൽ വന്നാൽ ആണുങ്ങൾക്ക് തീരെ വന്നൂടാ, വന്നാൽ അവരെയും പിടിക്കും, അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരാളും രാത്രി വന്നില്ല. പിന്നെ ഞങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കുന്ന പിന്നെ ഒരാളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ്. അയാളും കൂടെ രാവിലെ ആയിട്ടും വന്നിട്ട്. അപ്പോൾ 8 മണി കഴിഞ്ഞിട്ട് അത്ര വരുന്നു പിടിച്ച് ചോദ്യം ചെയ്താലായില്ലേ, അവർക്കെല്ലാം പിന്നെ കഷ്ടമല്ലേ ഇത്. അങ്ങനെ ഞങ്ങൾ 3 പേര് ഇവർ ഈ അടിച്ച് പൊളിക്കുന്നവരെ കിണറെല്ലാം വലിയ കിണർ, സിമെൻ്റ് ഇട്ട് 2 ഭാഗത്തും വലിയ ആൾമറയെല്ലാം വെച്ചിട്ടുള്ള കിണറല്ലേ അന്ന്. അങ്ങനെ ആ കിണറെല്ലാം അടിച്ച് പൊളിക്കേണ്ടെങ്കിൽ എന്ത് പ്രയാസമുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ എല്ലാം ജാതിയും പിന്നെ പ്ലാവിൻ്റെയും മരങ്ങളാണ്, നല്ല വാതിൽ കട്ടിയുള്ള. അങ്ങനെ അതെല്ലാം ഇപ്പം ഉണ്ടോ എന്ന് പറയാമെങ്കിൽ ആ വാതിലിന് അടയാളം ഇങ്ങനെ അടിച്ചിട്ട് പൊളിക്കാൻ കിട്ടാനായിട്ട് ഇങ്ങനെ ഈ ചെറിയ കൈമഴു എന്ന് പറയും ഞങ്ങൾ, ഇങ്ങനെ അടിച്ചിതാക്കാൻ അത് കൊത്തിയത്.
പിന്നെ ഈ കിണറ്റിലിടാത്ത സാധനങ്ങളില്ല. കോഴി തുടങ്ങിയിട്ട് നമ്മളെല്ലാം അന്ന് കോഴികളെ പോയിട്ടുമല്ല, വലിയ വീടും വളപ്പും അല്ലേ. അപ്പൊ കോഴികളുണ്ടാവും. അപ്പൊ കോഴികള് നമ്മൾ പറയും ഒലക്കോട് എന്ന് പറയും, നമ്മൾ ഈ നെല്ലെല്ലാം കുത്തുന്ന സ്ഥലത്തിന്. അപ്പൊ അവർക്ക് അവിടെ തന്നെ വേറൊരു ഇതുണ്ട്. അങ്ങനെ അതിനെ കോഴീനെല്ലാം പിടിച്ച് എല്ലാം തപ്പി പരതില്ലയ്യാ. നെല്ല് കുത്തുന്ന സ്ഥലമാണോ മറ്റു കോഴി കൂടുന്നതാണോ ഒന്നും അറിയാം. ഇത് ഇപ്പം ഈ അമ്മാവന്മാരെ കിട്ടാത്തല്ലേ അവരിത് ചെയ്യുന്നത്? 40 മോറാഴക്കൊല കേസാ ഞാൻ പറയുന്നത്. ആദ്യത്തെ എൻ്റെ അറിവിൽ ആദ്യത്തെ സംഭവം മോറാഴക്കൊല കേസ്. അതിലേതാ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആന കോഴീനിട്ടു. പിന്നെ വീട്ടിൽ കാണുന്ന അമ്മി, ആട്ടമ്മില്ലേ അന്ന് അരി അരക്കുന്ന, മറ്റേ അരക്കുന്ന അമ്മി, ഒരല്, ഒലക്ക, എന്തെല്ലാം അവരെ ഈ കിണറ്റിൽ കൊണ്ടിട്ട് അവസാനം ആൾമാറ കെട്ടിട്ട് 2 ഭാഗത്ത് ആൾമാറ കെട്ടി തൂണ് പോലെ കെട്ടി അതും പൊളിച്ചിട്ട് അപ്പൊ സമായി. പിന്നെ കിണർ സമായി. വലിയൊരു യുദ്ധം നടന്നാല് എന്തായിരിക്കും അത് അതേമാതിരിയാണ്. എല്ലാം വാരി വലിച്ചിടുവല്ലേ ചെയ്യാ. അകത്തെല്ലാം കീറി ഇങ്ങനെ കിടക്കിയും ഇതെല്ലാം ഇങ്ങനെ വലിച്ച് പറച്ചങ്ങ് ഇടുവല്ല അവർക്ക് എന്ത് ചെയ്യാലെന്ന് ആരും ചോദ്യം ചെയ്യാനില്ലല്ലോ. അതല്ലേ അന്നത്തെ കാലം ബ്രിട്ടീഷ് ഭരണത്തില്. പിറ്റേന്ന് പിന്നെ നമ്മൾ ജോലിക്കാർ നമുക്ക് പണിക്ക് വരുന്നവരെല്ലാം വിളിച്ച് എല്ലാം ഇങ്ങനെ ആണുങ്ങളെല്ലാം നിർത്തി എല്ലാം വൃത്തിയാക്കിയത്. അന്നൊരു എത്ര പണിയുണ്ടെന്ന് വിചാരം. പിന്നെ കുറേ കഴിഞ്ഞാൽ അതെല്ലാം പഴയ പോലെ ആക്കാൻ പിന്നെ ഒരുവിധ ഇത് കല്ലും മണ്ണെല്ലാം നീക്കിക്കളഞ്ഞ് പിന്നെ ആ കിണർ വൃത്തിയാക്കണ സനിത ആലോചിച്ച് നോക്ക്. ആ കിണർ വൃത്തിയാക്കാൻ എത്ര ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട കിണർ വൃത്തിയാക്കണ്ടെങ്കിൽ എത്ര പണിയുണ്ടാവും അല്ലേ. പക്ഷെ അങ്ങനെ ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് 2-3 ദിവസം അങ്ങനെ കൊണ്ടുവന്ന് 2-3 ദിവസം ഒന്നും പോരാൻ തോന്നുന്നു. അത്രയും ഇട്ടിന. ഈ ആണുങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ബലിയാടികളാവുന്നത് പലപ്പോഴും പെണ്ണുങ്ങളാണ്. ശരിക്കും അവരെ വീട്ടിലുണ്ടാവുള്ളൂ. ആണുങ്ങൾക്ക് താമസിക്കാൻ പാടില്ലല്ലോ. ഇത് അച്ചപ്പനായതുകൊണ്ട് പിന്നെ ഈ 48 അച്ചപ്പനില്ല. ഈ വീട് പൊളിക്കുന്ന സമയത്ത് അച്ചപ്പനില്ല. അച്ചപ്പൻ രക്ഷപ്പെട്ടു. ഇവര് അച്ചപ്പൻ മരിച്ചു. അത് 40 കഴിഞ്ഞേരം അച്ചപ്പൻ മരിച്ചു. പിന്നെ 48 അച്ചപ്പനുണ്ടായിട്ടില്ല. നമ്മൾ അവരിഷ്ടം പോലെ വളപ്പിലെ വാഴയില്ല. അവർ പോകുമ്പോൾ അവർക്കേ തമാശയല്ലേ, അവരെ കയ്യിൽ ഉണ്ടാവുമല്ലേ ഇത് ഇങ്ങനെ കൊത്തിയിടും വാഴ. നശിപ്പിക്കലാണ് അവരെ പ്രധാനം. എല്ലാം നശിപ്പിക്കുക. അന്ന് പിന്നെ ഇന്നത്തെ മാതിരിയല്ല. പോലീസ് എന്ന് പറഞ്ഞാൽ ഈ ട്രൗസർ വിട്ട് തലയിൽ തൊപ്പിയും വെച്ചാൽ ഇപ്പൊ അവര് പോലീസ് എന്ന് പറയുമ്പോൾ അതല്ലേ കുട്ടിക്ക് പോലീസ് വരുന്നാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേടിയാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നിരുന്നോ? പിന്നെ ഈ 48 എങ്ങനെയാന്ന് വെച്ചാല് 48 എല്ലാം കഴിഞ്ഞ് അമ്മാമ്മനെ കിട്ടുന്നവരെ ഇതായിരുന്നു. അമ്മാമ്മനെ അവരെ അറസ്റ്റ് ചെയ്യുന്നവരെയും ഈ വിഷമം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ വീട് പൊളിച്ച് അമ്മാവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ്. ഈ 48 ഈ അമ്മാവനെയും സർദാർ ചന്ദ്രോത്ത്, കാന്തലോട്ട് കുഞ്ഞമ്പൂ എന്നിട്ട് 3 പേരാ. ഇവർ 3-4 പേരാന്ന് ഓരോ ഭാഗത്തും ഇങ്ങനെ ഉണ്ടാവുക. എല്ലാവരും ഒന്നിച്ചിട്ട് പൊളിക്കാൻ കഴിയില്ലല്ലോ ആ സമയത്ത്. എന്നിട്ട് പിന്നെ അങ്ങനെ സർദാർ ചന്ദ്രോത്തും അമ്മാവനും കാന്തലോട്ട് കുഞ്ഞമ്പൂ അങ്ങനെ അവര് ഒരു ഭാഗത്ത് അറിയുന്നു. അമ്മാവൻ ആ വീട്ടിൻ്റെ മേലെ കയറി പോകുന്നത് അവിടെയുള്ള എൻ്റെ ഇളയമ്മമാര്, അച്ഛൻ്റെ പെങ്ങന്മാർ ആരും കണ്ടില്ല. അവരകത്തുനിന്ന് വലിയ വീടാണ്. ഇപ്പോൾ ഈ ഊണുമുറിക്ക് അന്ത്രാളെന്നാ ഞങ്ങൾ പേര് പറയാം. ഊണുമുറിയിൽ അവർ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ തിരക്കിൽ ഈ അമ്മാവൻ ഇങ്ങനെ തോട് വക്കിലേക്കൂടെ നടന്നു വന്ന് നമ്മളെ വീട്ടിൻ്റെ മേലേക്കം കയറിപ്പോയി. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ അപ്പോൾ ഈ നേരം പുലർന്നു കഴിഞ്ഞാൽ അന്ന് ഈ ഒളിവിലുള്ളവരെല്ലാം നേരം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെവിടെയാണെന്ന് നോക്കല് ഏതെങ്കിലും ഒരു സ്ഥലത്തും ഒളിക്കുകയ്യ. അപ്പം അങ്ങനെ ഈ പുലർന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കണ്ടു ഇങ്ങനെ 2-3 ആൾ ഒന്നിച്ച് ഒളിച്ച് നിൽക്കുന്നത്. അപ്പം അവരിങ്ങനെ കൂക്കി വിളിക്കാൻ തുടങ്ങി. അന്നേരമാണ് എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോയിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് വിളിച്ചത്. അപ്പം പിന്നാലെ തന്നെ അങ്ങനെ അതാണ് പോലീസ് വന്ന് അങ്ങനെ വന്ന് വീട്ടിൽ ആരുമില്ലേന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഇളയമ്മ വന്നിട്ട് എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ KPR ഗോപാലനുണ്ടോ ചോദിച്ചു. അയ്യോ ഇല്ല, ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പം അമ്മ മേലെയുണ്ട്, മേലെ പോകുന്നത് ഇവർ കണ്ടിട്ടില്ലല്ലോ. അപ്പം പിന്നെ അമ്മാമ്മ വിചാരിച്ചു ഞാനിവിടെ ഇരുന്നാൽ ഈ സ്ത്രീകളെ വല്ലതും ഉപദ്രവിച്ചാലോ എന്ന് വെച്ചാൽ അമ്മാമ്മ വേഗം ഇറങ്ങി വന്ന് പിടികൊടുത്തു.
പിന്നെ ഇവിടെ എടുത്ത് ഒരാൾക്ക് അവരെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അടിക്കുമല്ലേ ചെയ്യുക. അതൊന്നും നമുക്ക് ആലോചിച്ചാലുണ്ടല്ലോ അവരെല്ലാം അന്ന് കൊണ്ട അടിയെല്ലാം എന്നാണ് KPR. നമ്മൾ KPR എൻ്റെ രണ്ടാമത്തെ അമ്മാവൻ KPR ആയിരപ്പനോട് ഫോട്ടോ കാണാം. ഈ പല്ല് മുഴുവൻ പോയി, വായിലുള്ള പല്ല് മുഴുവൻ അവരെ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് ചവിട്ടിയിട്ട്. പിന്നെ അന്ന് അവർക്ക് എന്തും ചെയ്യാം ഒരാളെ കയ്യിൽ കിട്ടിയാൽ. അങ്ങനെ അമ്മാവനെ സേലം ജയിലിൽ വെച്ചിട്ട് രണ്ടാമത്തെ അമ്മാവൻ KPR ആയിരപ്പൻ്റെ ചവിട്ടിയിട്ട് പല്ലാന്ന് മുഴുവൻ പല്ലും പല്ലും പോയിട്ട്. അമ്മാമാരെ കുറിച്ച് കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം, അവര് പലതും സ്വത്തുക്കളൊക്കെ വിട്ടുകൊടുക്കുകയായിരുന്നു ജനങ്ങൾക്ക്. KPR പിന്നെ എനിക്ക് വീടെടുക്കാൻ സ്ഥലം വേണമെന്ന് പറയാം, അമ്മാവനെ കൊടുത്തു. ഇത് അടുത്താണ് KPR എനിക്ക് ഒരു വീടില്ല, വീട് വേണം, അതൊക്കെ കൊടുക്കും. ഇത് ഞങ്ങൾ എന്നിട്ട് എൻ്റെ അറിവിൽ തന്നെ പിന്നെ എല്ലാം ഭാഗം ചെയ്തിട്ട് അമ്മാമന് വെച്ചതെല്ലാം അമ്മാവൻ്റെ അടുത്ത്, അമ്മാവന് വെച്ചതും അമ്മാവൻ്റെ അനിയന്മാർക്ക് വെച്ചതും, അനിയന്മാരൊന്നും ഏട്ടനോട് ചോദ്യം ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ ഈ അമ്മാവൻ്റെ പേരിൽ എഴുതി വെച്ചതെല്ലാം കൊടുത്തു തീർന്നു. പിന്നെ അമ്മാവൻ്റെ അനിയന്മാരത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. ഇപ്പോൾ മാങ്ങാട്ട് കൃഷ്ണപിള്ളൻ്റെ സ്ഥലം MBR നട്ടിന് ഇവിടെ, അങ്ങനെ അവിടെ കുറേ സ്ഥലമുണ്ട് അന്ന്. അതെല്ലാം ഇങ്ങനെ 10 സെന്റ് വേണമെന്ന് പറഞ്ഞാൽ 20 സെന്റാ കൊടുക്കുക. അങ്ങനെ EMS, കേരളീയൻ, AKG ഇവരെയൊക്കെ കണ്ട് വളർന്നതായിരുന്നില്ലേ കുട്ടിക്കാലത്ത്? ആ ഒരു നമ്മളെ വീട്ടിൽ വരാത്തൊരൊറ്റ നേതാക്കന്മാരില്ല. EMS, കേരളീയൻ. എനിക്ക് കേരളീയൻ എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും എനിക്ക് എൻ്റെ അമ്മാവന്മാരെക്കാളും സ്നേഹം കേരളീയനുള്ളത്. അത്ര സ്നേഹം. ഞാൻ കേരളീയൻ ഇങ്ങനെ കോഴിക്കോട് അവസാനം ഇത് പാർട്ടിക്ക് വേണ്ടി ഇവരൊന്നും കല്യാണം കഴിച്ചിട്ടല്ല സനിതയെ, പാർട്ടിക്ക് വേണ്ടി ഇവിടെ ഒരു വായനശാല ഉണ്ടായിന്. അന്നേരം എല്ലാവരും ആ വായനശാലയിൽ വന്ന് EMS അങ്ങനെ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. AKG പല പ്രാവശ്യം വന്നിട്ടുണ്ട്. EMS ഭാര്യയും ഒരു പ്രാവശ്യം വന്നത് എനിക്ക് ഓർമ്മ. പിന്നെ P. കൃഷ്ണപിള്ള, നമ്മൾ അച്ചപ്പൻ്റെ ഈ അധികാരിയാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഫയലും ഇതെല്ലാം നോക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൻ്റെ ബാക്കിൽ ഓഫീസ് മാതിരി കെട്ടിടത്തിന് അവിടെയാണ് ഈ പാർട്ടിക്കാരെ കമ്മ്യൂണിസ്റ്റുകാർ സെൻറ്റർ. അത് പിന്നെ അച്ചപ്പൻ മരിച്ചതല്ല, അച്ചപ്പൻ ഉള്ളേരും ഈ അച്ചമ്മ, എൻ്റെ അമ്മേൻ്റെ അമ്മ ഈ എല്ലാവർക്കും ഭക്ഷണം വെച്ച് കൊടുക്കും. അച്ചപ്പൻ അറിയാണ്ട് ഇവരെല്ലാ നേതാക്കന്മാരെയും കൃഷ്ണപിള്ളയിൽ എത്രയോ ദിവസങ്ങൾ വീട്ടിൽ തന്നെയാണ്. നല്ല ഒരു സഖാവാണ് കൃഷ്ണപിള്ള. നല്ല അച്ഛനെയും അമ്മേനെയും കുറിച്ചിട്ട് ശ്രീമതി MB ഇല്ലേ, MBന്റെ അമ്മാവനാ എൻ്റെ അച്ഛൻ. ശരി, സ്വന്തം അമ്മാവ്. ഒരു കുറെ കൃഷിയും കാര്യം നല്ല പറമ്പലുള്ളവരാണ്. പക്ഷെ അച്ഛൻ വേഗം 48 ഞാൻ പറഞ്ഞേ, 48 അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് അമ്മാവനെ പിടിച്ചതെന്ന് പറഞ്ഞില്ലേ. ആ കൊല്ലം തന്നെ അച്ഛൻ, അമ്മയാണ് വീട്ടിലെ ഈ കൃഷിയും കാര്യവും എല്ലാം നോക്കിയത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കാണ്ട് അമ്മേനെ ഈ അച്ചപ്പൻ ഈ ആമക്കളെല്ലാം ജയിലിൽ പോയില്ലേ, പിന്നെ ഇത് സ്വത്തിനത്തിൽ ഒരാൾ നോക്കി നടത്താൻ വേണ്ടേ. എന്നിട്ട് എന്ത് ചെയ്തു, അമ്മേനെ മുണ്ടേരിന്ന് അച്ചപ്പൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. നല്ല അമ്മയാണ്, നല്ല കാര്യപ്രാപ്തിയുള്ള അമ്മയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇതായിട്ട് വളർന്നത്. സഖാവിന്റെ സഹോദരി ലക്ഷ്മിക്കുട്ടിയിൽ നിന്നാണ് എപ്പോഴും സഖാവിന്റെ വിശേഷങ്ങളൊക്കെ അറിയാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടാണോ സഖാവിനോടൊരു ആരാധനയും പ്രണയവും ഒക്കെ അന്ന് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് എത്തിയപ്പോ മാത്രമാണോ അതിനെ? അല്ല, ഞാനില്ലേ എപ്പോഴും ആ വീട്ടിലാ കളിക്കാൻ പോവാ. അന്നേരം അവിടെ അമ്മമ്മയും എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് അന്നേരെ എന്നൊരു താല്പര്യമായിരുന്നു. അതെന്തോ മനസ്സിൽ വെച്ചിട്ടായിരിക്കും കൃഷ്ണനെ പറ്റിയൊരു കുട്ടിയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നേ. പിന്നെ കൃഷ്ണൻ ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ നീണ്ട് പിന്നെ എൻ്റെ കല്യാണം അതിന് മുമ്പിലെ കഴിഞ്ഞില്ല, അങ്ങനെ നീണ്ട്. ഞാൻ ചോദിച്ചത് ടീച്ചർക്ക് ഒരു ആരാധനയോ പ്രണയോ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. പ്രണയിക്കാൻ കണ്ടിട്ടില്ലല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. അതിനകത്ത് കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ഒരു ദിവസം TC നാരായണ നമ്പ്യാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ വലതാണ് നമ്മളെ, പിന്നെ പാർട്ടി വലതും ഇടതുമായല്ല. അങ്ങനെ TC നാരായണ നമ്പ്യാരും ഭാര്യയും ലക്ഷ്മി ചേച്ചി നല്ല സ്നേഹമാണ്. ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ സമയത്ത് TCൻ്റെ ഭാര്യയും ഞാനും സഖാവും ഇവിടെ കാറിലെ യാത്രയാണ് ആദ്യം ഞാൻ സഖാവിൻ്റെ കൂടെ പോയത് കോഴിക്കോട്. കല്യാണത്തിന് മുന്നേ സഖാവ് ഫ്രണ്ട് സീറ്റിലിരുന്നു, ഞാനും ലക്ഷ്മിൻ്റെ അടുത്ത് പിന്നെ ബാക്ക് സീറ്റിൽ, ഞങ്ങളിവിടെ വേറെ ഒരാളുണ്ട് ബാക്ക് സീറ്റിൽ. അങ്ങനെ ഞങ്ങള് സഖാവ് ആ സമയത്ത് അമ്മ മരിച്ച ടൈം ആയതുകൊണ്ട് ഇടിയായി പോയതാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവുക. സംസ്ഥാന സമ്മേളനല്ലേ. അപ്പൊ ആ സമയത്ത് ഒന്നിച്ചാണ് യാത്ര. അന്നാണ് ഞാൻ ശരിക്കും ഒളിവിൽ നിന്നെല്ലാം വന്നിട്ട് ശരിയായി കാണുന്നത് ഞാനാണ്. പക്ഷേ എന്നെ സഖാവ് കാണുന്നുണ്ട്. ഞാൻ ഈ ടീച്ചറായിട്ട് എൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ്. ഈ ഇടവഴി വരുമ്പോൾ
സഖാവ് മേലേന്ന് എന്നെ കാണും. പക്ഷെ ഞാൻ മേലെയൊന്നും നോക്കുന്നില്ലല്ലോ, ഞാൻ സ്കൂളിൽ പോകുന്നു. അങ്ങനെ പിന്നെ അമ്മാവൻ എൻ്റെ നിർബന്ധം കൊണ്ട് കൃഷ്ണ നീ എന്തായാലും ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പാടില്ല. അമ്മയും മരിച്ചല്ല. ഇപ്പോഴും എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ലക്ഷ്മിക്കുട്ടീനെ എപ്പോഴും ഇങ്ങനെ ഏട്ടനെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ടീച്ചറുടെ ഉള്ളിലൊരു ആരാധനയോ പ്രണയോ എന്തെങ്കിലും അന്നേരമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല അന്നേരമൊന്നും അങ്ങനെ പ്രണയമൊന്നുമില്ല. പിന്നെ ഈ മനുഷ്യനെ കാണുന്നില്ലല്ലോ. ഒന്നാമത് പ്രണയിക്കേണ്ട ആളെ കാണുന്നു, കേട്ടാ മാത്രം പോരാ, ആളെങ്ങനെയാന്ന് പറയണ്ടേ. കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അമ്മാവൻ തന്നെ നിർബന്ധിച്ചു, കൃഷ്ണ നീ എന്തായാലും കല്യാണം കഴിക്കണം. പിന്നെ വീട്ടിലെത്തിയ ഏട്ടത്തിനെയാണ് എല്ലാം ചെയ്യേണ്ടത്. അമ്മയില്ല, സ്വന്തം പെങ്ങളില്ല. പെങ്ങളെ മരിച്ചതൊന്നും ഈ ഏട്ടൻ അറിയുന്നില്ലല്ലോ ഒളിവിലുള്ള സമയത്ത്. അപ്പോൾ എന്തായാലും കല്യാണം കഴിക്കണം എന്ന് നേരം സഖാവിനും തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ അല്ലാണ്ട് അതിന് മുമ്പേ ഞങ്ങൾ കണ്ട് സംസാരിക്കുകയോ അറിയോ ഒന്നും ചെയ്തില്ല. സഖാവിനോട് ചോദിച്ചിരുന്നോ കല്യാണം കഴിഞ്ഞപ്പോ എപ്പോഴെങ്കിലും എന്നെ ശ്രദ്ധിച്ചിരുന്നോ, അല്ലെങ്കിൽ ടീച്ചറോടൊരു പ്രണയം സഖാവിനുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ സമ്മേളനത്തിന് വന്നേരം ഞാൻ നിങ്ങളെ പല പ്രാവശ്യം കണ്ടിരുന്നു. നിങ്ങൾ എന്നെ കണ്ടു ചോദിച്ചു. പിന്നെ നീ അന്നേരം അവിടെ ഉണ്ട്, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ. നീ ഒരു ദിവസം എന്നോട് ചോദിച്ചു സമ്മേളനം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ മാത്രം. അതാ ചോദിച്ചു, സമ്മേളനം എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നു. അപ്പം ഞാൻ ഞാൻ പറഞ്ഞു അവരെ കൂടെ വന്നതുകൊണ്ട്. മറ്റല്ലാണ്ട് അതിന് മുമ്പിലേ ഞങ്ങൾ ഒരു പ്രണയവും ഉണ്ടായിട്ടില്ല. കല്യാണ ശേഷമാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നോ എന്നുള്ളത്. അങ്ങനെ ചോദിച്ചില്ല, ചോദിക്കാൻ സമയം കിട്ടിയില്ല, അതാ സത്യം. സമയം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ നീ പറഞ്ഞത് ശരിയാണ്. അതൊന്ന് സഖാവ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ നിന്നോടൊന്ന് പറഞ്ഞല്ലേ, ആദ്യത്തെ എന്നോട് പറഞ്ഞ കാര്യമാണ്. രണ്ടാളും കൂടി ഇങ്ങനെ വന്ന് വീട്ടിലെത്തിയില്ല, വീട്ടിൽ കയറുന്നതിന് മുമ്പിൽ എന്നോട് കാറെന്ന് പറഞ്ഞാണ്, ശാരദയെ നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് നീ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് നടന്നു എന്ന് വരില്ല. നീ രാഷ്ട്രീയക്കാരനെയാണ്, അതുകൊണ്ട് നീ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് നടന്നു എന്ന് വരില്ല എന്നുള്ളതാണ് ആദ്യത്തെ എനിക്ക് കിട്ടിയ ഉപദേശം. അതായത് പ്രണയവും ആ ഒരു വർത്താനം എന്നോട് പറഞ്ഞു, നീ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നു എന്നല്ല. അപ്പൊ ടീച്ചർ എന്താ തിരിച്ചുത്തരം പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയക്കാരനെ എനിക്കും അറിയാം, ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഞാനും വളർന്നതെന്ന് മാത്രം. ടീച്ചർ തന്നെ പറഞ്ഞല്ലോ രാഷ്ട്രീയക്കാരുടെ അവസ്ഥയും അന്നത്തെ ആ ഒരു വീട് തകർക്കലും അങ്ങനെയൊക്കെ വളരെ ദയനീയമായ ഒരു അവസ്ഥ കണ്ടു വളർന്ന ടീച്ചർക്ക് പിന്നീട് ഒരു രാഷ്ട്രീയക്കാരനെ തന്നെ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു തോന്നൽ എങ്ങനെയുണ്ടായി? ഇത് രാഷ്ട്രീയം കണ്ട് വളർന്നുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രാഷ്ട്രീയക്കാരനെ കല്യാണം കഴിക്കാൻ യാതൊരു വിഷമവും തോന്നിയിട്ടില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വളർന്നതല്ലേ, എല്ലാ രാഷ്ട്രീയത്തിന്റെ എല്ലാ നല്ലതും ചീത്തയായ വശങ്ങളും എല്ലാ വിഷമുള്ള സങ്കടമുള്ള എല്ലാം കണ്ട് വളർന്നതല്ലേ ഞാൻ. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയക്കാരനെ ഞാൻ തന്നെ പത്രക്കാരോട് തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരും, ടീച്ചർ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരനെ കല്യാണം കഴിച്ചത്? ഞാൻ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചതാണ്, എനിക്ക് രാഷ്ട്രീയക്കാരനെ കല്യാണം കഴിക്കാൻ യാതൊരു പ്രയാസമില്ല. അത് കെ നായനായാലും അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഒരു സമയത്തും സഖാവിനെ കാണൂല എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ ഒരു കുട്ടിയായ സമയത്ത്, പിന്നെ ഒരു ഗർഭിണിയായ സമയത്ത് ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഒന്ന് അവിടെ വന്ന് കാണാൻ, അതൊന്നും കിട്ടിയ സമയം ഉണ്ടായിട്ടില്ലല്ലോ. അന്നേരം എനിക്കൊരു വലിയ വിഷമമുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ പിന്നെ ഞാൻ തന്നെ ആലോചിക്കും, സഖാവ് മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലോ എനിക്കൊന്നിനും സമയം കിട്ടൂല, ശരി നീ എന്നെ എല്ലാം മാനേജ് ചെയ്യണം പറഞ്ഞു. വീടിന്റെ പാലുകാച്ചലിനും അത്രയും ആഗ്രഹിച്ച് ടീച്ചർ ഉണ്ടാക്കിയൊരു കൊച്ചു വീട്, ആ വീടിന് പാലുകാച്ചൽ സമയത്തും ഉണ്ടായിട്ടില്ല. ഏട്ടനാണ്, സഖാവിന്റെ ഏട്ടനാണ്. വിഷമം തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞേ സഖാവൻ തിരക്കേറിയ ഒരു ജീവിതത്തിൽ അന്ന് ഒളിവിലായിരുന്നു. ആ എമർജൻസി ടൈമിൽ ഈ വീട് എടുത്ത് പൂർത്തിയാകുന്നവരെ ഒരു ദിവസം വന്ന് നോക്കിയില്ല. അതിലെനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് കേട്ടാ. എന്നാലും ഒന്ന് വന്ന് നോക്കല്ലേ വേണ്ടു. ഇതിലെ കൂടെ കാറിൽ പോകപ്പെടുന്ന കാര്യം അതെല്ലാം നീ എല്ലാം അങ്ങനെയാ പറയാം, അതെല്ലാം നീ നോക്കിയാൽ മതി ശാരദേ, എല്ലാം അങ്ങനെയാ പറയുക. കുട്ടികളെ അത് നീ നോക്കിയാൽ മതി ശാരദേ,
കുട്ടികളത് പല കാര്യങ്ങളും കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് അച്ഛനോട് പറയാനും എന്തെങ്കിലും അതന്നെ കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അവരെ മനസ്സിലത് ഇപ്പോൾ ഉണ്ടാകും. ശരിക്കും പറയാന്ന് വെച്ചാല് അവർക്ക് അച്ഛനും കൂടി വേണ്ടിയിട്ട് അച്ഛനും അമ്മക്കും വേണ്ടി ഞാനാ ചെയ്യുന്നവർക്ക്. അവർക്ക് ഒരു ഇന്നിപ്പം സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിച്ചോ അവർക്ക് ഒന്നിനും ഒരു സങ്കടം ഇല്ല ഇപ്പോഴും. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്നാലും സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കും എല്ലാ കാര്യത്തിനും. അതെന്റെ മനസ്സിലുണ്ടാകും, സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഇല്ല, അതും ഞാൻ തന്നെ അത് അംഗീകരിക്കും അതിനെ. അതാണ്. ഇപ്പം വിവാഹം കഴിഞ്ഞു, സഖാവിൻ്റെതായ തിരക്കുകളിലേക്ക് പോയി, പലപ്പോഴും ഒളിവ് ജീവിതവും എല്ലാം കൂടി ആയിട്ട് സഖാവ് ഉണ്ടായിരുന്നില്ല ഒപ്പം. ആ സമയത്ത് ടീച്ചറുടെ ഒരു ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കണം, അമ്മേനെ നോക്കണം, അമ്മാവന്മാരെ നോക്കണം. അപ്പൊ അതിനിടയ്ക്ക് സ്കൂളില് ജോലിക്കും പോകണം. എങ്ങനെയാണ് ആ കാലത്തിന് ടീച്ചർ കൊണ്ടുപോയത്? അന്നേരം ആ സമയത്ത് കുട്ടികളെല്ലാം കുറച്ച് വലുതായല്ല, അവരെല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ എടുത്ത് കൊടുത്താൽ കഴിക്കാനായി. പിന്നെ അമ്മാവന്മാർ വരും, അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മാവന്മാർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ഭക്ഷണ സമയത്ത് ഇവിടെ വരും. പിന്നെ ഒരു ജോലിക്കാരിയുണ്ട് എനിക്ക്. അപ്പം അവളെല്ലാം അന്നും മിക്സിയില്ല. ആ ഒരു കാലഘട്ടല്ലേ നമുക്ക്. ഇന്ന് നമ്മൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? അന്ന് മിക്സിയില്ല, അമ്മിയിൽ അരക്കണ്ടേ, ചമ്മന്തി മുതൽ അരക്കണ്ടേ, മിക്സി ഒന്നും ഇല്ലാത്ത കാര്യം. പിന്നെ സ്റ്റൗവും ഉണ്ട് മാത്രം, അതാ അന്നത്തെ സ്റ്റൗ. പിന്നെ അടുപ്പല്ലേ, അതിൽ ഇച്ചിരി വേണ്ടി എല്ലാം. പിന്നെ ഇവർക്ക് അത്രയും ചോറ് വലിയ കാലത്ത് അമ്മമാർ എല്ലാവർക്കും. പക്ഷെ അമ്മ എല്ലാം നേതൃത്വം കൊടുക്കും. രാഷ്ട്രീയത്തിനപ്പുറം സഖാവ് രാഷ്ട്രീയ യോഗങ്ങളിലെ ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കുറെ തമാശകളൊക്കെ പറയായിരുന്നല്ലോ. അങ്ങനെ തന്നെയായിരുന്നോ വീട്ടിലും? വന്ന സന്ദർഭങ്ങൾ കുറവാണെങ്കിലും വരുന്ന സമയങ്ങളിൽ വീട്ടില് കുട്ടികൾ ഒത്തിട്ടും ടീച്ചറോടൊക്കെ ഒത്തിട്ട് തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടുള്ള ആളായിരുന്നോ? സഖാവിൻ്റെ തലയിൽ എപ്പോഴും മക്കളൊന്നും നല്ല വിചാരം പോയി ഞാൻ എന്ത് ചെയ്താലാന്ന് എൻ്റെ ജനങ്ങൾക്ക്, നാട്ടുകാർക്ക്, പാവങ്ങൾക്ക് എന്ത് കിട്ടും എന്നാ ചോദിക്കുക. തമാശ പറയാനൊന്നും അധികം സമയം കാണില്ല. കുട്ടികളെല്ലാം കണ്ടു കുട്ടികളോട് സംസാരിച്ചു, അത്രയേ ഉള്ളൂ. 46 വർഷം ടീച്ചർ സഖാവിനൊപ്പമായിരുന്നു. പങ്കാളി എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ടീച്ചർ എങ്ങനെയാണ് സഖാവിനെ വിലയിരുത്തുക? സഖാവ് ഒരു ആദർശത്തിൽ ജീവിച്ച ആളാണ്. പാർട്ടീൻ്റെ ആദർശത്തിൽ ജീവിച്ച, നേർവഴിയിൽ ജീവിച്ച ഒരു സഖാവാണ്. അതുകൊണ്ടായിരിക്കണം ഈ സഖാവിനല്ലാണ്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാന്നുള്ള പരിപാടി വേറെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് നടത്താൻ കഴിയില്ല. അവരോട് ചോദിക്കൂലേ നിങ്ങൾ ഇന്നത് ചെയ്തില്ലേ, ഇത്ര ലക്ഷം കൈക്കൂലി വാങ്ങിയില്ലല്ലേ, മറ്റേ ചെയ്തില്ലേ, മറിച്ച് എന്തെല്ലാം ചോദിക്കാനുണ്ട് ജനങ്ങൾക്ക്. ഈ മുഖ്യമന്ത്രിക്കെല്ലാം പരിശുദ്ധ പച്ചവെള്ളം പോലെയല്ലേ. അപ്പം മുഖ്യമന്ത്രിയോട് ഏതും ചോദിക്കാരാ. അങ്ങനെയല്ല, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ, ഏത് ചോദിക്കാരാ, എന്തും ചോദിക്കാരാ മുഖ്യമന്ത്രിയോടല്ലേ. മുഖ്യമന്ത്രിയുടേക്ക് നിങ്ങൾ ഇത്ര അവിടുന്ന് വാങ്ങിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല ചോദിച്ചാൽ ഇങ്ങനെ മേലോട്ട് നോക്കേണ്ടി വരൂല്ലേ. ആ സ്നേഹമാണ് നമ്മൾ ആ അവസാന യാത്രയിൽ കണ്ടത്. അത്രയും ജനങ്ങളെ മനസ്സിലതുണ്ട്. സഖാവ് അത്രയും പരിശുദ്ധനായ ഒരു മുഖ്യമന്ത്രിയാണെന്ന്. അത് മതിയല്ലോ നമുക്ക് ജീവിക്കാൻ. ഇന്നും ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നായനാറ് ഭാര്യ എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കുന്നത് അതുകൊണ്ടായിരിക്കണം. ശാരദാസിന്റെ ഒരു നിർമ്മാണത്തിലോ അല്ലെങ്കിൽ അതിന്റെ പാലുകാച്ചലിനോ ഒന്നും സഖാവ് ഉണ്ടായിട്ടില്ല. പക്ഷെ അവസാന കാലത്ത് സഖാവ് ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഇവിടെ കല്യാശ്ശേരിയിൽ ശാരദാസിൽ വന്നിട്ട് താമസിക്കണം എന്നായിരുന്നു. ഈ പേര് സഖാവിന്റെ നിർദ്ദേശമാണെന്നുള്ളത് അറിയാം. ശാരദാസ് ആ ഒരു ഇടത്തിലേക്ക് പക്ഷെ സഖാവിന് വിചാരിച്ച പോലെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. വന്നത് പക്ഷെ ഇതുപോലെ ഒരു മഴയത്താണ് എന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വേദനിക്കുന്ന ഒരു സമയം മഴ പെയ്യുന്ന സമയമാണ്. അതായത് ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കുള്ള യാത്ര തുടങ്ങുന്നത് തന്നെ മഴയത്താണ്. നല്ല മഴയത്താണ് ഞങ്ങൾ ഇങ്ങനെ വരുന്ന ഇങ്ങോട്ട്. എത്ര ദിവസം, 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം എപ്പോൾ ഇവിടെ എത്തിയത് അതന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിക്കും, അയ്യോ ഈ ഒരു മഴയത്താണല്ല ജനങ്ങൾ ഓരോ സ്ഥലത്തും മഴയത്ത് ജനങ്ങൾ. ഞാൻ അത്രയൊന്നും ഞാൻ നോക്കിയില്ല. ചില സ്ഥലത്തിങ്ങനെ നിർത്തുമ്പം കാണുന്ന ജനങ്ങളിങ്ങനെ എന്നാ പറയണ്ട് 10,000 ഓരോ സ്ഥലത്ത്. അതും ഈ കോരിച്ചൊരിയുന്ന മഴയത്ത്. ഈ മഴയൊന്നൊരു സാരയല്ല. കോരിച്ചൊരിയുന്ന മഴയത്ത് കുട പിടിച്ചിട്ടും കുട ഇല്ലാണ്ടും ജനങ്ങളിങ്ങനെ എന്നെ സമാധാനിപ്പിക്കും. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അത്രയും മഴയത്തായിട്ട് പോലും എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു. വഴി നിറയെ ആളല്ലേ. അപ്പോൾ ടീച്ചർകാരെന്താ ഞങ്ങളെ എന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ മുദ്രാവാക്യം വിളിയല്ലേ.
അതൊരു ഭയങ്കര ആലോചിച്ചു. സഖാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശാരദയെ നമുക്ക് അസുഖം സുഖാകുന്നവരെ വിചാരിച്ചു. സഖാവ് മരണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞാല്, അബോധാവസ്ഥയിലാകുന്നവരെ. അങ്ങനെ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ശാരദയെ നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോയാൽ കല്യാശ്ശേരി പോയാൽ മതി, ഇനി നേരെ കല്യാശ്ശേരി, കണ്ണൂർ കോഴിക്കോട് വന്നേരം നേരെ കല്യാശ്ശേരി പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ ഇനി കല്യാശ്ശേരി പോയാൽ മതി, അസുഖമെല്ലാം മാറിയിട്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ കല്യാശ്ശേരി പോയാൽ എനിക്ക് പിന്നെ രാവിലെ പിന്നെ പാർട്ടി ഓഫീസിലേക്ക് പോകാം. അന്നേരം കാറ് വിളിച്ചാൽ കാറ് പാർട്ടി ഓഫീസിൽ നിന്ന് വരും. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഊണ് കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ പിന്നെ ദേശാഭിമാനി വിളിച്ചാൽ കാറ് വരും. കാറ് വന്ന് നമ്മൾ ദേശാഭിമാനി പോയി ഇരുന്നത്തെ അന്ന് വെച്ചാൽ അവിടെയെല്ലാം ഇരുന്ന് രാത്രി തിരിച്ചു വന്നാൽ രാത്രി എപ്പോഴാണ് തിരിച്ചു വരണം, അങ്ങനെ വരണം, അങ്ങനെ നാട്ടിൽ താമസിക്കണം എന്നെല്ലാം പറഞ്ഞതാണ് സഖാവ്. ഇങ്ങനെ മരണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ശരിക്ക്. ആ സമയത്ത് ഒരു ഇലക്ഷനായിരുന്നു. കൊടി പിണറായിനെ വിളിക്കും, പിണറായി എന്തുണ്ട് വിജയാന്ന് ചോദിക്കും. അപ്പം വിജയം പറയും ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇത്ര ഇങ്ങനെ ജനങ്ങൾ അങ്ങനെ വോട്ടിനെ പറ്റിയെല്ലാം പറയും. അതെല്ലാം കേട്ട് ഇങ്ങനെ ഇത് നിന്നതാണ്. അങ്ങനെ അവന് പറഞ്ഞ കല്യാശ്ശേരി ചെന്നിട്ട് അവിടുത്തെ കല്യാശ്ശേരിനെ കുറിച്ചൊരു ബുക്ക് എഴുതണം. പുസ്തകം സഖാവ് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കല്യാശ്ശേരിനെ കുറിച്ചൊരു ബുക്ക് എഴുതണം. ഞാനും അതിലന്നേരം ഏറ്റവും സന്തോഷിച്ചു. ഇനി എനിക്ക് എൻ്റെ സഖാവിനെ കല്യാശ്ശേരി തന്നെ കിട്ടുമല്ലോ. പക്ഷെ ഒന്നും മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും അല്ലല്ലോ നടക്കുകയിലാവുക. അപ്പോൾ അതൊന്നും സഖാവിന് ചെയ്യാൻ പറ്റാതെ ഉണ്ട്. സഖാവ് ഒരു ഇതേമാതിരി ഒരു പെരും മഴയക്കാലത്താണ് ഇതിന് അവസാനമായിട്ട് കല്യാശ്ശേരി വന്നത്. സഖാവ് അറിയാണ്ട് വന്നത്. സഖാവ് അറിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ സഖാവ് നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റുന്നില്ല. അതായി ഞാൻ ഇത്രയും ഇത് താമസിച്ചു അതിനൊന്നും. അങ്ങനെ അത് അവസാന യാത്ര ഇങ്ങനെ ആയിരിക്കുന്നു സഖാവ് വിചാരിച്ചില്ല. പക്ഷേ സഖാവ് വേറൊരു തരത്തിലേക്ക് പോയി. ഞാൻ ഇന്നും ഈ കല്യാശ്ശേരി വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. അത് തന്നെ എൻ്റെ ജീവിതം. ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ മഴയില്ലാത്ത ദിവസം ഒന്ന് മെല്ലെ നടന്ന് മെല്ലെ ഇങ്ങനെ നോയിക്കോണ്ട്, ഒന്നുമില്ല ചട്ടിയിൽ, ഇപ്പം ചെടിയൊന്നുമില്ല എങ്കിലും എല്ലാം നോയിക്കോണ്ട് ഇങ്ങനെ ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് ഗേറ്റ് അവിടെ പിടിച്ച് നിൽക്കും. ഗേറ്റ് അവിടെ പിടിച്ച് നിൽക്കുമ്പോഴേക്കും ഒരാൾ വന്ന് എന്താ അടിച്ചിട്ട് നിൽക്കുന്ന അയാളോട് വർത്താനം വന്ന് അയാളങ്ങ് പോയി. പിന്നെ അതുകൊണ്ട് തന്നെ മറ്റൊരാൾ വന്ന് ഇങ്ങനെ അവിടെ നടക്കാൻ കഴിയില്ല. ഞാൻ അവിടെ തന്നെയായി. 1 മണിക്കൂർ ദിവസം ഞാൻ അവിടെ തന്നെയായി. അതാണ് എനിക്ക് രസം മുഴുവൻ. അങ്ങനെയാണ് ഞാൻ എല്ലാവരും. അതാ ഇന്നാളെന്നില്ല അവരതെല്ലാം ഞാൻ കേൾക്കും. എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ അവരുടെ സങ്കടമെല്ലാം ഞാൻ കേൾക്കും. അതെയോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ നാട്ടിൽ വർത്താനം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. അപ്പോൾ അവരെ സങ്കടം പറയുമ്പം എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിലോ എന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തു കൊടുത്തിട്ടല്ല, എന്നാലും അത് കേൾക്കാൻ അവര് എന്നെ വെറുതെ പറയില്ലല്ലോ അവര്. അപ്പൊ അവര് പറയുന്നത് ഞാൻ കേൾക്കും, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും. സഖാവിന്റെ ഓർമ്മയ്ക്കായിട്ടെ സഖാവ് ഉപയോഗിച്ച ഒരുപാട് വസ്തുക്കള് സാധനങ്ങളൊക്കെ ടീച്ചർ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ സഖാവിന്റെ ജാതകം, പിന്നെ വീടിക്കെട്ട്, അതേപോലെ സഖാവ് എഴുതിയ പുസ്തകങ്ങള്. അതില് ടീച്ചർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? അതേപോലെ സഖാവ് എഴുതുന്ന ഡയറി ഒക്കെ എടുത്ത് വെച്ചു. ഡയറി ഞാനിപ്പോ മറച്ചു നോക്കും. ഡയറി എടുത്തിട്ട് സഖാവിന്റെ കൈയക്ഷരം കാണാൻ വേണ്ടി സഖാവിനെ ഇങ്ങനെ വേഗം എഴുതും. സഖാവിന്റെ ഒരു വാച്ചുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇത് സഖാവിൻ്റെ ഇപ്പോൾ ഒരു ജാതകം എൻ്റെ കയ്യിലുണ്ട്. അത് ഇത്ര പിന്നെ സഖാവിൻ്റെ ഓരോ സാധനങ്ങളിലും ചെറുത് എനിക്ക് കുറേ പ്രധാനമായിട്ട് ഡയറികൾ. ഈ എത്ര രാത്രിയായാലും അതാത് ദിവസം ഡയറി എഴുതും സഖാവ്. 1:30 മണി 2 മണിക്കെല്ലാം ഞാൻ സഖാവിൻ്റെ കൂടെ ഇനി ഇടുക്കിയിലെല്ലാം പോകുന്ന സമയത്ത് ഞാനും കൂടെ പോകും. അപ്പോൾ ഈ രാത്രി എത്തുമ്പോഴേക്ക് 2 മണി 1:30 2 മണിയിലാവും. അപ്പോൾ വന്നാലും ഉടനെ കൃഷ്ണനോട് പറയും, കൃഷ്ണ ഒരു ചായ എന്ന് പറഞ്ഞാൽ ആ ചായയും കുടിച്ചിട്ട് ഡയറി എഴുതിയിട്ടേ കിടക്കുള്ളൂ. ആ ഡയറികളൊക്കെ എപ്പോഴും ടീച്ചറുടെ കയ്യിലുണ്ട്. ഞാൻ എടുത്തു വെച്ചതല്ല, ആരിക്കലോ പാർട്ടി ഓരോരാളും വന്നതിന് ടീച്ചർ ഞങ്ങൾക്കൊരു ഡയറി വേണം ആരിക്കലോ കൊടുത്തിട്ട്. പിന്നെ ഡയറി 2 പെട്ടി ഡയറി VS ഏൽപ്പിച്ചു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ ഡയറി എപ്പോഴും ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് ഈ ഡൽഹി പോകുന്ന സമയത്ത് വാര്യരോട് പറയും, നമ്മളെ കൂടെയുള്ള വാര്യരോട് പറയും, വാര്യരെ വീടി വാങ്ങണം, വീടിക്കെട്ട് വാങ്ങണം. ഡൽഹി പോകുമ്പോൾ എല്ലാ സാധനങ്ങളും വേണ്ടേ. അപ്പോൾ എല്ലാം നോക്കും, എല്ലാം ചെക്ക് ചെയ്യും സഖാവ് തന്നെ ആ ബാഗിൽ. മറ്റേ പെട്ടി ഞാൻ പിന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നത്. ഒരു ടൂറ് പിന്നെ ഡൽഹിയിൽ പോയി വന്നാൽ അടുത്ത പോകാനുള്ള
പെട്ടി അന്നേരം ഒരുക്കി വെക്കണം. ഞാൻ പറഞ്ഞു ഇനിയത്തെ പീവിക്കല്ലേ കൊണ്ടു, അല്ലെങ്കിൽ ഇത് പോകുമ്പോൾ പോരെ, എനിക്ക് കഴിയില്ലേ, ഞാൻ വെച്ചോളാം, അങ്ങനെയാ പറയാ. അന്നേരം തന്നെ അതിലെടുത്ത് വെച്ചു പെട്ടിയിൽ, എല്ലാം റെഡിയാക്കി വെച്ച്. പിന്നെ പോണ്ടത് എല്ലാം റെഡിയാക്കി വെക്കും. അതേമാതിരി വാര്യരോട് പിന്നെ ബീഡി തീരുവല്ല. അപ്പോൾ വാര്യരോട് പറയും പിന്നെ വാര്യരെ ബീഡി വാങ്ങണ്ടേന്ന്. അപ്പോൾ ഒരു കെട്ട് ബീഡിയല്ലേ കൊണ്ടുവരിക. അപ്പോൾ ലാസ്റ്റിലും കൂടെ ആ ബീഡി കെട്ട് ബാഗിൽ തന്നെ പൊട്ടിക്കാണ്ടുണ്ടായി. എന്നിട്ട് ഒരു പ്രാവശ്യം ആദ്യം ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നോട് ഒന്ന് ശാരദേ ബാത്റൂം പോകുമ്പോൾ എപ്പോൾ ഒരു ബീഡി എടുക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു, ശാരദേ ഒരു ബീഡി വേണം. തിരുവില്ല, നിർബന്ധം. ചില ബീഡി വലിച്ചിട്ട് എന്തെങ്കിലും അതാ എൻ്റെ മനസ്സിൽ. പക്ഷെ നീ ഒരു ബീഡി തരുമെന്ന് ചോദിച്ചാൽ ആ ദുഃഖം എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ദുഃഖമാണ്. ഇപ്പോഴും ഞാനത് മനസ്സിൽ എനിക്ക് വിചാരിക്കാൻ പറ്റും. ഒരു ബീഡിന്ന് ഒരു ബീഡിന്ന് ഞാൻ തരൂലെന്ന്. ആ ബീഡിക്കെട്ട് പിന്നെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചു ബാഗിൽ. ഓവർകോട്ട്, അങ്ങനെ ഓവർകോട്ട് എല്ലായിടത്തും പോകുമ്പോൾ ഷർട്ടിൻ്റെ മേലെ അച്ഛന് ഒരു പ്രത്യേക ഇതാണല്ലോ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. ഓവർകോട്ട് ഇടും. അവസാനം ഇത് ഫുൾ കൈ ഷർട്ട് ഇട്ടാലും ഇടും, ഹാഫ് ഇട്ടാലും. ഓവർകോട്ട് വലിയ പ്രധാനമാണ്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ പോയൊരു ദിവസം എന്നോട് ഒന്ന് ശാരദ ഇന്ന് നമുക്കൊരു ഇതിന് പോകാനുണ്ട് വൈകുന്നേരം, ഒരു സാധനങ്ങൾ എക്സിബിഷൻ ഉണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പോയിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഓവർകോട്ട് വാങ്ങാൻ നോക്കി വാങ്ങാൻ. ഓവർകോട്ടെല്ലാം ആരെയോ നല്ല ഒരാൾ എപ്പോഴും നല്ല കറുപ്പിൽ സിൽക്കായിരിക്കും അത്. അങ്ങനെ ഓവർകോട്ട്. പിന്നെ സഖാവ് ലാസ്റ്റ് ആസ്പത്രിയിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാം ഉടുത്തിട്ട് വന്ന് പിന്നെ ഷർട്ടും ഖാദീൻ്റെ ഒരു ഷർട്ടും ഒരു ഖാദീൻ്റെ മുണ്ടുമായിരുന്നു. പിന്നെ അത് പിന്നെ വന്ന് ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഞങ്ങൾ പിന്നെ പാർട്ടി ഫ്ലാറ്റിലേക്ക് വന്ന് പിന്നെ അയച്ചു വെച്ചതാണ്. അത് ഞാൻ അന്നേരം മടക്കി വെച്ചിരുന്നു. ആ മുണ്ട് ഈ ഉടുത്തതിൻ്റെ നമ്മൾ ഉടുത്താലിങ്ങനെ ഇങ്ങനെ ചുരുണ്ട് വരില്ലേ, അത് വരെ ഉണ്ടായി. ഇപ്പം അത് ഇതിനിടയ്ക്ക് ഞാൻ പോയി നോക്കിയാൽ അതെല്ലാം പോയി. പിന്നെ ചെരുപ്പ് ഒരു വലിയ ഇതുപോലെ തന്നെയാണ്, 3-4 സെറ്റ് ചെരുപ്പ്, ഷൂവും അതും ഇതെല്ലാം കൂടെ. അതിനെല്ലാം ഒരു വലിയ എല്ലാം താല്പര്യമുള്ള കാര്യങ്ങളാണ് അതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പം മേലെ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നതിനെ സഖാവിന് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെക്കുക. അതാണ് സഖാവ് എഴുതിയ ബുക്കുകൾ തന്നെയാണ് എല്ലാം ഉള്ളത് ഇടുക. സഖാവ് പോയ ശേഷം ടീച്ചർ സഖാവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടീച്ചറും ഉപേക്ഷിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത് നോൺ വെജ് അതിന് ശേഷം ഞാൻ കഴിച്ചില്ല. എത്ര എൻ്റെ മക്കൾ നിർബന്ധിച്ചു എന്നറിയാം. ഞാൻ വന്ന് ഇനി നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ അത്ര ജീവിച്ചാൽ മതി, കുറേ ജീവിക്കണം എന്ന് എനിക്കില്ല. നോൺ വെജ് കഴിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നോൺ വെജ് എന്ന് പറഞ്ഞ ഒരു സാധനം, മുട്ടയടക്കം ഒരു സാധനം ഞാൻ കഴിക്കാറുണ്ട്. സഖാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സഖാവ് നോൺ വെജ് ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കൂലല്ലോ. നോൺ വെജ് ഇല്ലെങ്കിൽ എന്നോട് പറയും, നീ ഇത് എന്താ നമ്മളെ ഇത് ജൂലൈ മാസം ഇത് വരൂലേ, അത് വന്നാൽ സഖാവല്ലേ അത് ഇത് നാളെ മുതൽ കടയിൽ ഇറക്കാൻ പാടില്ലാന്ന്. എന്നിട്ട് പിറ്റേന്ന് ഉച്ചക്ക് കഴിക്കോ, എന്താ ശാരദേ മത്സ്യമില്ലേ ഇന്ന്? ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ ഓർഡർ ഇറക്കിയത്, പിന്നെ കടയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇടുന്ന മീൻ കിട്ടും. ഞാൻ ആദ്യം കുറച്ച് ദിവസത്തേക്ക് കുറച്ചധികം വാങ്ങിക്കൊണ്ടേക്കും. എന്നിട്ട് എന്നാൽ എന്നോട് പറയും, എന്നാൽ എനിക്കെന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേ ഇവിടെ മത്സ്യമില്ലാതെ ഞാൻ ആ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഉണയിക്കൂലേ. ഞാൻ പറഞ്ഞു, ഇനി മസ്കറ്റ് ഹോട്ടലിൽ പോയാലും കിട്ടൂല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ. അത് പിന്നെ ഇങ്ങനെ കടലിൽ ഇറങ്ങും അവർ. ഇടയ്ക്കല്ല ഞാൻ സഖാവിനോട് ഇങ്ങനെ എൻ്റെ പരാതിയെല്ലാം പറയും. ഞാൻ എടുത്ത് നിന്നിട്ട് അപ്പുറത്തെ ഫോട്ടോത്തിൻ്റെ അടുത്ത് നിന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അല്ലാതെ ഫോട്ടോ നോക്കുക. എന്ത് പറയാനുണ്ടെങ്കിലും വിഷമം പറയാനുണ്ടെങ്കിൽ ഞാൻ ഇന്നും സഖാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ടാണ് പറയാം എൻ്റെ വിഷമങ്ങൾ. സഖാവിനോട് മാത്രം. സഖാവിനെയും സ്നേഹിച്ച പോലെ തന്നെ ജനങ്ങൾ ടീച്ചറെയും സ്നേഹിക്കുന്നു. ആ ജനങ്ങളോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറഞ്ഞിട്ട് ഇനിയും ഞാൻ ജനങ്ങളെ എന്നും സ്നേഹിക്കുന്ന പോലെ തന്നെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷ എനിക്ക് എന്നും ഉണ്ട്. സഖാവിനെ സ്നേഹിച്ച പോലെ തന്നെ ജനങ്ങളെ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇനിയും അതുപോലെ തന്നെ വിചാരിക്കും. അത്രയധികം ആളാണ് അന്ന് തൊട്ട് ഇന്ന് വരെയും എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയും എന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. എന്തിനാ വരുന്നത്? ഞാനൊന്നും ഇപ്പം ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ആ ജനങ്ങളോട് സഖാവിനോട് ജനങ്ങൾക്കുള്ള ആ സ്നേഹം
അവർ തിരിച്ച് എന്നോടും കാണിക്കുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ തന്നെ അതിശയപ്പെട്ടു പോകാറുണ്ട്. ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരിക, എവിടെയാന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് ടീച്ചറെ വരുന്നത് നല്ല പറഞ്ഞാൽ 4-5 ആളിങ്ങനെ എവിടെയെങ്കിലും പോയി സമ്മേളനത്തിന് വന്നവർ, അല്ലെങ്കിൽ പ്രശ്നക്കടവ് പോയവർ തീർച്ചയായും വരും, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിന് വന്നാലും ഉണ്ടാവും ആൾക്കാരിങ്ങനെ വരും. എനിക്ക് ആൾക്കാരില്ലാത്ത ദിവസം ഉണ്ടാവില്ല, എപ്പോഴും ആളാണ്.